ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മൂന്നാമതായി സഹാബത്ത് ചോദിക്കുകയാണ്, ഏദല്ലനാ ഫിത്തറഹുബി, ഓ ഹബീബായ നബിയേ തറഹുബിന് സമ്മതം തരുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ ഞങ്ങൾക്ക് തറഹുബിന് സമ്മതം തരുമോ? എന്താ തറഹുബ് എന്ന് പറഞ്ഞാൽ? ഒറ്റക്ക് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ മാറി നിന്ന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം വേണം. ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമ്മതം വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ജനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം ഹബീബായ നബിയെ. ആരുമില്ലാത്ത മലയോര പ്രദേശത്ത് പോയി ഒറ്റയ്ക്ക് ഇബാദത്ത് എടുക്കണം, ഞങ്ങൾക്ക് സമ്മതം തരുമോ? അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? ഇന്ന തറഹബ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ തറഹബ് എന്താണ് എന്നറിയോ? അൽ ജുലൂസു ഫിൽ മസാജിദി ലിൽ ഇന്തിളാരി സ്വലാ, നിസ്കാരം കാത്തിരിക്കുന്നില്ലേ പള്ളിയിൽ? ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം വരുന്നത് വരെ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ അല്പസമയം മുമ്പ് പള്ളിയിലേക്ക് പോയിട്ട് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ പള്ളിയിൽ ജന എഴുത്തിക്കാൻ പിരിഞ്ഞിട്ട് അള്ളാന്റെ പള്ളിയാകുന്നത് അള്ളാന്റെ വീടാകുന്ന പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കാരം കാത്തിരിക്കലാണ് എന്റെ ഉമ്മത്തിനുള്ള ഏറ്റവും ബഹുമാനമുള്ള തറഹുവെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിനി ഒന്നുമായിട്ടും ബന്ധമില്ല, ഒക്കെ വിട്ട് ഒഴിവാക്കിയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇബാദത്തുമായിട്ട് കൂടട്ടെ എന്നാ ചോദിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിന് ഏറ്റവും ബഹുമാനമുള്ള അമല അള്ളാന്റെ വീടാകുന്ന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇബാദത്ത് ജീവിതത്തിൽ ധാരാളം എത്ര എടുക്കാൻ പറ്റുമോ അത്രയും ജീവിതത്തിൽ അധികരിപ്പിക്കലാണ്. എത്ര കൂടുതൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൂടുതൽ കൊണ്ടുവരലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ എന്റെ ഈമാനുള്ള ഉപ്പമാരെ, ഓ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, ആ നിലക്ക് നമ്മുടെ ജീവിതം അള്ളാന്റെ വീടാകുന്ന പള്ളിയുമായി കണക്ഷൻ ഉണ്ടാക്കണം, അള്ളാന്റെ വീടാകുന്ന പള്ളിയുമായി ബന്ധമുണ്ടാക്കണം. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സബഅത്തുൻ ലാ യുളില്ലുഹുമുല്ലാഹ്, ഒരു കൂട്ടം ആളുകൾക്കതാ അതേ അർശിന്റെ തണൽ കിട്ടിപ്പോയി. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, ഒരു തണലും ഇല്ലാത്ത സമയത്ത് തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതേഴോളം ആളുകളാണ്. അതിൽ രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ശാബുന്നൊരു യുവാവാണ്. എന്താണ് ആ യുവാവിന്റെ പ്രത്യേകത? നശഅ ഫീ ഇബാദത്തില്ലാഹ്, അവൻ അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നവനാണ്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവനാണ്, റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിതം ചെലവഴിക്കുന്നവനാണ്. ആവശ്യമില്ലാത്തത് പറയാൻ അവനില്ല, ആവശ്യമില്ലാത്തത് കേൾക്കാൻ അവനില്ല, ആവശ്യമില്ലാത്തതിൽ ഇടപെടാൻ അവനില്ല. അവന്റെ നിയ്യത്ത് ഏതു സമയത്തും അള്ളാന്റെ തൃപ്തി തന്നെ. കാരണം എന്താണ് എന്നറിയോ? ആ റബ്ബല്ലാതെ കൊടുക്കാൻ കഴിയുന്നവനില്ലല്ലോ, ആ റബ്ബല്ലാതെ തടയാൻ കഴിയുന്നവനില്ലല്ലോ. ആ റബ്ബ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളവനില്ലല്ലോ. അള്ള കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചത് കൊടുക്കാൻ കഴിയുന്നവനുണ്ടോ? ഇവിടെ ഇല്ല. അള്ള തടയണമെന്ന് തീരുമാനിച്ചത് വാങ്ങിച്ചു തരാൻ പറ്റുന്നവനുണ്ടോ? ഇവിടെ ഇല്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഓ മുസ്ലിമേ, ഞാൻ നോക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകട്ടെ, അതുപോലെ പല സ്ഥലങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരാകട്ടെ, വലിയ വലിയ മന്ത്രിമാരാകട്ടെ, അവരെ ക്ലീൻ ഷേവ് ചെയ്തിട്ടല്ലാതെ മന്ത്രിസഭയിൽ വരുന്നില്ല. അപ്പൊ മന്ത്രി തീരുമാനിക്കേണ്ട, ഇനി എനിക്ക് എന്തായാലും ഇപ്പൊ ഇത് പഠിക്കാനൊന്നും നേരം കിട്ടൂല, ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ, ഇനി എനിക്ക് താടിയിൽ രോമണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച മന്ത്രി താടിയിൽ കൊണ്ടുപോയിട്ട് അതാ കൊണ്ടുപോയി ക്രീം പിടിപ്പിക്കുകയാണ്. എന്ത് ക്രീമാ പിടിപ്പിക്കുന്നത്? രോമം മുളക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ക്രീം തേച്ചത്. ക്രീം തേച്ച് നോക്കുമ്പോൾ പിന്നെ വരുന്ന താടി നോക്കുമ്പോ ഭംഗിയില്ലാത്ത താടിയാ. എന്താ കാരണം എന്നല്ലേ? ഈ മരുന്നിന്റെ എഫക്റ്റ് അങ്ങ് തട്ടിയപ്പോ
ചില ഭാഗത്ത് വതാ മരുന്ന് ഫലം ചെയ്തു പോയി, ചില ഭാഗത്ത് ഫലം ചെയ്തത് കാണാനില്ല. അവിടെ ചെറുതായിട്ട് മുടി പുറത്തേക്ക് ചാടുകയാണ്. അതെന്താ മുസ്ലിയാരെ, ഒരേ സമയത്ത് തന്നെയല്ലേ ഇയാള് മരുന്ന് തേച്ചത്, ഒരേ സമയത്താണ് തേച്ചത്. പക്ഷേ അവിടെ റബ്ബിന്റെ തീരുമാനം രോമത്തെ മുളപ്പിക്കാനാണെങ്കിൽ ഞാൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രോമത്തെ തടയാൻ കഴിയുന്ന മന്ത്രിമാരുണ്ടോ? നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെ തടയാൻ പറ്റുന്ന മന്ത്രി ഉണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. സ്വന്തം മുഖത്തുള്ളൊരു രോമത്തിനെ തടയാൻ കഴിയുന്ന മന്ത്രിമാരുണ്ടോ? ഞാൻ ഇന്നാലിന്ന രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഇന്നാലിന്ന രാഷ്ട്രീയത്തിന്റെ നേതാവാണ്, എനിക്ക് ഇത്ര ഹൂക്ക് പറയാനുണ്ട്, ഇത്ര അനുയായികളെ പറയാനുണ്ട്, അങ്ങനെ ഇനി എന്റെ താടിയിൽ രോമം മുളച്ചാൽ അതെ ഞാനവിടെ എന്റെ പാർട്ടിക്കാരെ കൂട്ടിയിട്ട് സതേ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ നിന്റെ താടിയിലെ രോമം മുളക്കുന്നത് തടുക്കാൻ കഴിയോ? എന്റെ രോമം മുളക്കുന്നത് തടുക്കാൻ കഴിയോ? ആ താടിയിലെ രോമത്തിൽ ഒരൊറ്റ രോമം നരച്ചു പോയപ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ആയിരക്കണക്കിന് രോമങ്ങൾ ഉണ്ടായിട്ട് ഒറ്റ രോമത്തിന് മാത്രം എന്താ ഒരു നിരക്കല്? ഞാനതങ്ങ് മുറിച്ചു കളഞ്ഞാൽ നാളെ ഇനി നരച്ചിട്ട് വരാൻ പാടില്ല എന്ന് താക്കീത് ചെയ്താൽ എന്റെ താടിക്കത് മനസ്സിലാകുമോ? എന്റെ താടിക്കത് തിരിയുമോ? ഇല്ല ഇല്ല മോനെ, നിന്റെ രോമക്കുഴിയിൽ പോലും നിനക്ക് അധികാരമില്ല. ഓ മുസ്ലിമേ, നിന്റെ ശരീരത്തിൽ അധികാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെയും നിന്റെയും രോമക്കുഴിയിൽ പോലും അധികാരമില്ല, എവിടെയും അധികാരമില്ല. നിന്റെ രക്തത്തിൽ അധികാരമില്ല, നിന്റെ ശരീരത്തിൽ അധികാരമില്ല, നിന്റെ തലയിൽ അധികാരമില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് വാങ്ങാൻ കഴിയുന്നവനില്ല, ആ റബ്ബ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് തടയാൻ കഴിയുന്നവനില്ല, ആ റബ്ബ് തടയാൻ തീരുമാനിച്ചത് കൊടുക്കാനും കഴിയുന്നവനില്ല. ആ റബ്ബിന്റെ അടുക്കലാ നമ്മളെ പ്രതീക്ഷ കൊടുക്കേണ്ടത്, ആ റബ്ബാ നമുക്ക് തരേണ്ടത്. ആ റബ്ബ് തന്നാൽ തടുക്കാൻ കഴിയുന്ന ഒരു അധികാരികളും ഇല്ലെന്ന് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹിജാബ് മുടക്കാൻ വേണ്ടി ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു. ഏത് ക്യാബിനറ്റ് തീരുമാനിക്കട്ടെ, ഏത് മന്ത്രിസഭ തീരുമാനിക്കട്ടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭ തീരുമാനിക്കുന്നതല്ല ഇസ്ലാമിന്റെ നിയമം. ആണോ? ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് മന്ത്രിസഭയാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നേ പറയാനുള്ളൂ. ഇസ്ലാമിന്റെ നിയമം തീരുമാനിക്കാൻ ഒരു മന്ത്രിസഭക്കും ഇവിടെ അധികാരമില്ല, ഒരു മനുഷ്യനും അധികാരമില്ല. അൽയൗമ അക്മൽതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്താ പൂർത്തീകരിച്ചത്? നിങ്ങളെ ദീനാണ്. ആ ദീന് പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ആരെങ്കിലും മന്ത്രിസഭ കൂടിയതുകൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല ദീനിന്റെ നിയമം. ഏതെങ്കിലും ക്യാബിനറ്റ് തീരുമാനം എടുത്തതുകൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല ദീനിന്റെ നിയമം. ദീനിന്റെ നിയമം ആര് മാറ്റം വരുത്തിയാലും ദീനിന്റെ നിയമം ദീനിന്റെ നിയമം തന്നെ. അതില് വെള്ളം ചേർക്കാൻ ഒരു അധികാരികൾക്കും കഴിയൂല. എന്തേ കാരണം? അതിവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. എന്നാ ആലിമീങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അവർക്കും ദീനിന്റെ നിയമത്തിൽ മാറ്റം വരുത്താൻ നിർവാഹമില്ല. ഇവിടെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യാനേ നിർവാഹമുള്ളൂ. അള്ളാന്റെ ഖുർആനിലെ ആയത്ത് മാറ്റാൻ നിർവാഹമുണ്ടോ? ഇല്ല. ഹദീസുകൾ മാറ്റാൻ നിർവാഹമുണ്ടോ? ഇല്ല. ചിലർക്കൊരു തോന്നലാണ്, ദീനിന്റെ ചില നിയമങ്ങൾ പറയുമ്പോ ഇത് 1400 കൊല്ലം കഴിഞ്ഞിട്ട് അന്നത്തെ നിയമത്തിനനുസരിച്ചുള്ള നിയമമാണോ പറയേണ്ടത്? അന്നും ഇന്നും ഇസ്ലാമിന്റെ നിയമം ഒരേ ഒരു നിയമം തന്നെ. നിയമത്തിലെ മാറ്റം പറയാനില്ല. ഇത് സിട്ടാവായ റബ്ബിന്റെ മതമാണ്. ആ റബ്ബ് പഠിച്ചതല്ലാത്തതൊന്നും ഇവിടെ നീ കണ്ടുപിടിച്ചിട്ടില്ല. ആ റബ്ബ് തന്ന കൈകൊണ്ടല്ലാതെ ഒരു ഐ.ടിയിലും നീ പുരോഗമിച്ചിട്ടില്ല. നീ വലിയ ഐ.ടിയിൽ പുരോഗമിച്ചു എന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വന്നോ? ചോദിക്കട്ടെ മനുഷ്യ, കൊറോണയുടെ മുന്നിൽ ജയിച്ചൊരു ശാസ്ത്രത്തെ ലോകത്ത് കാണാനുണ്ടോ? ആരാണ് ഈ കൊറോണ? ആരാണ് ഈ കൊറോണ? നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നില്ലല്ലോ നമ്മള്. എന്താ കാരണം? കൊറോണ എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, പിന്നെ ആരാണ്? നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തൊരു ജീവിയാണ് എന്നാ പറയുന്നത്. നമ്മളെ കണ്ണുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത ജീവിയാണ് എന്നാ പറയുന്നത്. ആ ജീവി ഇപ്പോഴും എങ്ങനെയാ വരക്കേണ്ടത് എന്ന് തീരുമാനമായിട്ടില്ല. മൂപ്പർക്ക് 2 ദിവസം കഴിഞ്ഞാൽ എന്താ പേരിടേണ്ടത് ഇത് തീരുമാനമായിട്ടില്ല. ഭഗവേദത്തിന്റെ പേരിൽ പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാ. കാരണം
കൊറോണയുടെ മുന്നിൽ മനുഷ്യൻ തോറ്റപ്പോ പിന്നെ ഒമിക്രോണായി പോയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്ത് മക്രൂണിയാകൂന്ന് പറയാനും പറ്റൂല. മനുഷ്യ, നിനക്ക് വലിയ ശാസ്ത്രം അറിയാന്ന് പറഞ്ഞതുകൊണ്ടോ, നീ IT ഒരുപാട് പുരോഗമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, നീ ഒരുപാട് ഇന്റർനെറ്റിന്റെ ഫീൽഡിൽ വലിയ പുരോഗതി ഉള്ളവനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, നീ വലിയ അധികാരമുള്ളവനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ നിനക്കിവിടെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയൂല. നിയന്ത്രണം സൃഷ്ടാവായ റബ്ബിന്റെ കയ്യിലാണ്. ആ റബ്ബിന്റെ അധികാരത്തിൽ മറികടന്ന് പ്രവേശിക്കാൻ കഴിവുള്ള മനുഷ്യനേ ഇല്ല. ആ റബ്ബിന്റെ അധികാരത്തെ മറികടക്കാൻ കഴിയുന്ന സൃഷ്ടികളേ ഇല്ല. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. എന്റെ ഈമാനുള്ള വിശ്വാസികളൊന്നും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നോളൂ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. പ്രായം ചെന്ന ഉപ്പാപ്പമാരെ എഴുന്നേറ്റ് നിൽക്കണം എന്നില്ല. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ്വ സദസ്സുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണേ അല്ലാ. ഞങ്ങളെ സദസ്സുകളൊന്നും ദുനിയാവിന്റെ മജ്ലിസുകളാക്കി നീ നശിപ്പിക്കരുതേ അല്ലാ. മഹാനായ ഉമ്മ ജഅഫർ റളിയല്ലാഹു അൻഹയുടെ വഴിയിലൂടെ രണ്ട് അഅ്മ നടന്നു പോവാണ്. രണ്ട് കണ്ണ് കാണാത്ത ആളുകൾ നടന്നു പോവാണ്. മഹദിയായ ഉമ്മ ജഅഫർ റളിയല്ലാഹു അൻഹ, മഹദി അവരുകൾ വല്ലാതെ സദഖ ചെയ്യുന്ന പെണ്ണാണ്. സദഖ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ പുണ്യകർമ്മമാണ്. സദഖ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ ബഹുമാനമുള്ള കർമ്മമാണ്. ഞാനത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാ ഈമാനുള്ള വിശ്വാസികള് നരകത്തിൽ കിടക്കുന്ന ആളുകൾ പറയൂന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ലമ്മകുൻ മിനൽ മുസല്ലീൻ, ഞങ്ങളെ നിസ്കരിക്കുന്നവരായില്ല, ഞങ്ങൾക്ക് നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരം എന്ന് പറയുന്നത് മഹത്തായ കർമ്മമാണ്. ആ നിസ്കാരം എന്ന കർമ്മം സമ്മാനമായി കിട്ടിയ ഈ ദിവസം, ഓ എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാര്, എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാര്, എന്റെ വേദ കേൾക്കുന്ന പെങ്ങന്മാര്, ഒരു കാരണത്തിന്റെ പേരിലും നിസ്കാരം ഖളാക്കാൻ നിർവാഹമില്ല. ഈ അടുത്തൊരാള് എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഞാൻ വോഡഫോണിന്റെ കമ്പനിയിൽ കസ്റ്റമർ കെയറിലാ ജോലി ചെയ്യുന്നത്. എനിക്ക് ഇടവേള വളരെ കുറവാണ്. ലോഹറിന്റെ സമയത്തിന് മുന്നേ ഞാൻ ജോലിക്ക് കയറിയാൽ മഗ്രിബാകാതെ എന്റെ ജോലി കഴിയൂല. അതുകൊണ്ട് എനിക്കൊരു മസല പറഞ്ഞു തരുമോ? ലോഹറും അസറും ജമ്മാക്കാനുള്ളൊരു വകുപ്പുണ്ടാക്കി തരുമോ? എനിക്കിവിടെ വകുപ്പുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണോ അള്ളാന്റെ നിസ്കാരം എന്ന് പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്ന അമല് ചെയ്യാൻ തടസ്സമാകുന്ന ജോലിയാണോ? ആ ജോലി അങ്ങ് വേണ്ടാന്ന് വെക്കലല്ലാതെ നിസ്കരിക്കാതെ ജോലി എടുത്തിട്ട് ബറക്കത്ത് വേണമെന്ന് ചിന്തിക്കുന്നതിൽ എന്തർത്ഥമാ മുസ്ലിമേ? ലോഹർ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട്, അസർ നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് മഗ്രിബിന്റെ കൂടെ നിസ്കരിക്കാൻ എന്താ വകുപ്പ് എന്നാ ചോദിക്കുന്നത്? വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാൻ എന്താ വകുപ്പ് എന്നാ ചോദിക്കുന്നത്? അങ്ങനെ നിസ്കാരത്തെ ചുരുക്കി കൊടുക്കാൻ അധികാരമുള്ള മുസ്ലിയാരില്ല, അധികാരമുള്ള തങ്ങളില്ല. അപ്പൊ ഈ വിളിച്ചാളോട് ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ജമ്മാക്കാൻ അനുവാദം തരാൻ നിർവാഹമില്ല, എനിക്കങ്ങനെ ഒരു മസല അറിയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഉസ്താദുമാരോട് ചോദിച്ചോളൂ. അപ്പൊ ഇവരെ മറുപടിയാണ്, ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞത്, ഒരു വഴിയും ഇല്ലെങ്കിൽ നിങ്ങൾ മഗ്രിബിന്റെ കൂടെ നിസ്കരിച്ചോന്നാണ്. അങ്ങനെ ലൊഹറിനെയും അസറിനെയും മഗ്രിബിന്റെ കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ജംആക്കാൻ പറ്റുന്നൊരു ജമ്മ് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ല. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആലിമീങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൊഹറിനെയും അസറിനെയും മഗ്രിബിലേക്ക് കൊണ്ടുപോയി ജമ്മാക്കാൻ പറ്റുന്നൊരു ജമ്മ് അത് ഏത് ജോലിയുടെ പേരിലാകട്ടെ അല്ലാത്ത പേരിലാകട്ടെ നിർവാഹമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? അപ്പൊ അയാൾ പറയാണ്, അരമണിക്കൂർ സമയം കിട്ടാറുണ്ട്. അതിന്റെ ഇടയിൽ നിസ്കരിക്കാൻ വലിയ സമയം വേണോ? അപ്പൊ അയാൾ പറയാണ്, എനിക്ക് നിസ്കരിക്കണമെങ്കിൽ കുറഞ്ഞ സമയം പോരാ. ഞാൻ ചോദിച്ചു, അതെന്തേ കുറഞ്ഞ സമയം പോരാത്തത്? അപ്പൊ അയാൾ പറയാണ്, നിസ്കാരത്തിൽ കൈകെട്ടണമെങ്കിൽ തന്നെ അരമണിക്കൂറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബ് നമ്മളെ
നിസ്കരിക്കാതെ ചെയ്യുന്ന അമലാണോ അതിൽ ബറക്കത്തുണ്ടാകൂല, എഴുതി വെച്ചോളൂ. ഈമാനുള്ള വിശ്വാസികൾക്ക് അവർക്ക് ബറക്കത്തുണ്ടാകൂല. അപ്പൊ ചിലര് ചോദിക്കും, നിസ്കാരം തന്നെ വേണ്ട എന്ന് പറയുന്ന അമുസ്ലിമീങ്ങൾക്കല്ല ബർക്കത്താണല്ലോ. ഞാനതാ പറഞ്ഞത്, മുസ്ലിമീങ്ങൾക്ക് ബർക്കത്തില്ല. അവർക്ക് ചിലപ്പം ദുന്യാവ് പലതും അല്ലാഹ് കൊടുത്തേക്കും. കൊടുക്കുന്നത് കണ്ടിട്ട് നീ അതൊക്കെ ബർക്കത്താണ് എന്ന് വിചാരിക്കരുത്. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിയത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് സ്വഹാബത്ത് വന്ന് പറഞ്ഞില്ലേ, ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ അങ്ങയുടെ വെള്ളം കൊണ്ടുപോയി ബർക്കത്തിന് വേണ്ടി കുടഞ്ഞിട്ട് ശുദ്ധീകരിക്കാനുള്ള വളുവെടുത്ത വെള്ളത്തിന്റെ ബാക്കി ഞങ്ങൾക്ക് തരുമോ നബിയേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊണ്ടുവരൂ, ഒരു പാത്രം കൊണ്ടുവരൂ. എന്നിട്ട് അവർക്ക് വളുവെടുത്ത വെള്ളത്തിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിന് കൊടുത്തു. ആ വെള്ളം കയ്യിൽ പിടിച്ചപ്പോ ഈ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഹബീബായ നബിയെ, ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ഈ വെള്ളം എടുത്തിട്ട് അതേ വലത് ഭയങ്കര ദൂരത്താണ്, ഞങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്ന ആളുകളാണ്. ഞങ്ങൾ ഈ ചെറിയ വെള്ളം എടുത്തിട്ട് നാട്ടിലേക്ക് പോയാൽ വഴിയിൽ നിന്ന് ഇത് ചൂട് കൊണ്ടങ്ങ് വറ്റിപ്പോകും. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഹാബ, ആ വെള്ളത്തിൽ ബർക്കത്തുണ്ട് എന്ന് ഞാനല്ലേ പറഞ്ഞത്? അതിൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊടുത്തോളൂ. അത് ആവശ്യത്തിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചോളൂ. അതിനനുസരിച്ച് അല്ലാഹ് നിങ്ങൾക്കതിൽ ബർക്കത്ത് ചെയ്യാൻ അത് കാരണമാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നുവെടുത്ത വെള്ളത്തിന്റെ ബാക്കി നാട്ടിലേക്ക് എത്തുമ്പം ബാക്കി പൂർണ്ണമായിട്ടില്ലെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിലും ബർക്കത്താണ്. അപ്പൊ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കുറെ ഉണ്ടാകലല്ല, അല്ലെങ്കിൽ കുറെ നിറച്ചും കയ്യിൽ ഉണ്ടാകലല്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ മുതലാളിയാ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യാണ് അയാൾക്ക് മാസത്തിൽ വരുമാനം, കോടികളാണ് വർഷത്തിലെ വരുമാനം. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെന്ത് ബർക്കത്താണ്? മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ പിന്നെന്ത് ബർക്കത്താണ്? ഓരോ കടയും തുടങ്ങുമ്പോ ഇയാൾക്ക് ടെൻഷനാണ്. അതുകൊണ്ട് പിന്നെ പ്രയോജനം എന്താണ്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഔദാര്യമാണ്. ആ ഔദാര്യം പണമുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകൂല. ചിലപ്പോ ചില ആളുകളോട് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ പൈസ കയ്യിലുണ്ടാകും, ഷോപ്പുണ്ടാകും, മുതലുണ്ടാകും, പക്ഷേ ഈമാനുള്ള വിശ്വാസികളെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകൂല. ചില ആള് പറയുന്നത് കേൾക്കാറുണ്ട്, രാവിലെ അധ്വാനിക്കാൻ ഇറങ്ങിയാൽ 500-1000 ഉറുപ്പ്യ കൂലി കിട്ടും, എന്റെ വീട്ടിലേക്ക് എത്തിയാൽ മോളെ കാണിക്കാൻ തികയൂല പൈസ, അല്ലെ? മോളെ കാണിക്കാൻ തികയൂല. മോക്കൊരു പനി വന്നാൽ അതിന് പോലും തികയൂല. ഇപ്പൊ ചെലവിന് തികയൂല എന്നല്ല, സ്വന്തം മകൾക്കൊരു രോഗം വന്നാൽ പോലും തികയൂല. ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ അതിനെന്ത് ബർക്കത്താണ്? അല്ലാഹു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ധാരാളം ഖൈറും ബർക്കത്തും അവന്റെ ഔദാര്യം കൊണ്ട് തരട്ടെ. ബർക്കത്ത് തരേണ്ടവൻ അല്ലാഹുവാണ്, പുരോഗതി തരേണ്ടവൻ അല്ലാഹുവാണ്. അവനിലേക്കാ നമ്മളെ പ്രതീക്ഷകൾ തിരിക്കേണ്ടത്. അവനാണ് തരേണ്ടത് എന്ന വിശ്വാസത്തോടെയാകുമ്പോ അവൻ തരുന്ന വഴികൾ ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകൂല. അള്ളാഹു തരുന്ന വഴി ചിലപ്പോ നമുക്ക് തന്നെ മനസ്സിലാകൂല. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ചിലപ്പോ അള്ളാഹു തആല തരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ പല കാര്യങ്ങളും അള്ളാഹു ചെയ്യും. ഉറച്ച വിശ്വാസം വേണം പക്ഷേ അള്ളാഹുവിൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ജനിച്ചു വീഴുന്ന സമയത്ത് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, അവയവങ്ങളാകുന്ന അവയവങ്ങൾ മുഴുവനുണ്ട്, ഒരു തകരാറുമില്ല. അൽഹംദുലില്ലാഹ്. ഈ ഒരൊറ്റ നിയമത്ത് തന്നെ ഏറ്റവും വലിയ നിയമത്തല്ലേ ഈ പറഞ്ഞ നിയമത്ത്? ഏത് പൈസ ഉണ്ടാക്കണമെങ്കിലും ഇത്തരം ഒരുപാട് അനിവാര്യമായ ഘടകങ്ങൾ മനുഷ്യന് ആവശ്യമുണ്ടല്ലോ. അതെല്ലാം അല്ലാഹ് തന്നില്ലേ? അതൊക്കെ തന്ന് നമ്മളെ കൈകൊണ്ടാ? നമ്മളതിന് കഴിവ് തെളിയിക്കാൻ എവിടെയായിരുന്നു? ഉമ്മാന്റെ വയറ്റിന്ന് കഴിവ് തെളിയിച്ചതാണോ? എവിടുന്ന് കഴിവ് തെളിയിച്ചതിന്റെ വകയിൽ കിട്ടിയതാണ്, നമ്മളെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല. ഒരു പണക്കാരനും ഞാൻ പണക്കാരനായത് എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് അഹങ്കരിക്കാൻ ഇവിടെ നിർവാഹമില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതിരിക്കണമായിരുന്നു, ഒരു നിലക്കും നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കണമായിരുന്നു. അങ്ങനെ പറയാനില്ല. ഏത് പണക്കാരനും പറയാനുണ്ട്, നഷ്ടപ്പെട്ടതും കിട്ടിയതും പറയാനുണ്ട്. എന്തേ കാരണം? നീ ചിലപ്പം ഭയങ്കര കച്ചവടം കിട്ടുമെന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ്, അവിടെയാണ് ഏറ്റവും നട്ടം പിടിച്ചത്. ചിലപ്പം എന്തെങ്കിലും മുതലെങ്കിലും കിട്ടും, വെറുതെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു തുടങ്ങിയത് ഭയങ്കര കച്ചവടമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു മുതലാളി എന്നോട് പറഞ്ഞു, ഞാനൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്.
ഇയാൾ പറയാണ് സിറാജുൽ ഹുദന്റെ അടുത്ത് വലിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സിറാജുൽ ഹുദ തുടങ്ങിയിട്ട് നല്ല ബർക്കത്താണ്, നല്ല നേർച്ച പൈസ കിട്ടാറുണ്ട്, മാസത്തിൽ 30 ലക്ഷം ഉറുപ്പിക നേർച്ച പൈസ കിട്ടാറുണ്ട് എന്നൊക്കെ ഞങ്ങളെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ ഷോപ്പ് തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ തുടങ്ങിയപ്പോൾ മാഷാ അല്ലാഹ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബർക്കത്താണ് എന്ന് പറഞ്ഞോട്. എന്നിട്ട് അയാളിനോട് പറഞ്ഞു 90,000 ഉറുപ്പികയാണ് അവിടെ റൂമിന്, ചെറിയ റൂമിന് ഞാൻ വാടക കൊടുത്തത്. സിറാജുൽ ഹുദ വന്നത് കൊണ്ടാണ് തോന്നുന്നു, ഭയങ്കര വാടകയാണ്, കൊച്ചിയിലും കൂടി ഇല്ല അത്ര വാടക എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ്. പക്ഷെ അങ്ങനെ പ്രതീക്ഷയില്ലാതെ തുടങ്ങിയതാണെങ്കിലും അള്ളാഹു ഭയങ്കര കച്ചവടം തന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ 3 ഇരട്ടി കച്ചവടമാണ് അള്ളാഹു തന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ പ്രതീക്ഷകൾ ചിലപ്പം വളരെ കുറഞ്ഞ സ്ഥലത്തായിരിക്കാം അള്ളാഹു വലിയ ലാഭവും സന്തോഷവും തരുന്നത്.